മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് LSS പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്നല്ല, ഈ ചോദ്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പാഠപുസ്തകവും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് ചോദ്യങ്ങൾ കൂടുതലായിട്ടും വരാറുള്ളത്. പാഠപുസ്തകത്തിനപ്പുറത്തേക്കും മലയാളത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വേറെയും വരാറുണ്ട്. അപ്പൊ നമുക്ക് മലയാളത്തിൽ പഠിക്കാനുള്ള ഒരു പാഠമുണ്ട്. കൃഷ്ണഗാഥയിലെ കാത്തിരിപ്പ് എന്നറിയുന്ന ഒരു കവിതാഭാഗമാണ്. അത് എഴുതിയിരിക്കുന്നത് ചെറുശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അതിനെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് LSS പരീക്ഷയ്ക്ക് അത് യൂസ്ഫുൾ ആകും എന്ന് ടീച്ചർക്ക് ഒരു തോന്നൽ. അങ്ങനെയാണ് ഈ ഒരു ചോദ്യം നിങ്ങളിലേക്ക് തരുന്നത്. അതിനു മുൻപ് 4ാം ക്ലാസ്സിൽ നിങ്ങൾക്കറിയാം പ്രാണ എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ട്. ഓൺലൈൻ ട്യൂഷൻ ആണ്. അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ യൂണിറ്റും അത് കൃത്യമായിട്ട് പഠിപ്പിക്കുകയും അതിന്റെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് നമുക്ക് LSS ക്ലാസ് ഇനി മുതൽ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതോടെ ചാപ്റ്റേഴ്സ് ഒക്കെ തെറോ ആക്കാൻ, അത് എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംശയങ്ങളൊക്കെ തീർക്കാം. അതുപോലെ നമ്മുടെ ഫീ എന്ന് പറയുന്നത് 2499 രൂപയാണ് ഒരു വർഷത്തേക്ക്. അപ്പോ എല്ലാരും ഈ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ കാത്തിരിപ്പ് എന്ന് പറയുന്ന ഒരു കവിതാഭാഗം ഉണ്ട്. നമ്മുടെ ഉണ്ണിക്കണ്ണൻ കാട്ടിൽ കളിക്കാൻ പോയതാണ്. അപ്പൊ തിരിച്ചു വരുന്നത് കാണാഞ്ഞിട്ട് തിരിച്ചു സമയമായിട്ടും വരുന്നില്ല. അപ്പൊ യശോദ അമ്മ, കൃഷ്ണന്റെ വളർത്തമ്മയാണ് യശോദ. അപ്പൊ യശോദാമ്മ ആരെ കാത്തിരിക്കുകയാണ്? ഉണ്ണിക്കണ്ണനെ കാത്തിരിക്കുന്നതാണ് ഈ ഒരു കവിതാഭാഗം. അപ്പോൾ ഇത് ആരെ കുറിച്ചാണ് എന്ന് ചോദിച്ചാൽ കൃഷ്ണനെ കുറിച്ചാണ്. കൃഷ്ണന്റെ മരണം മുതൽ ജനനം മുതൽ മരണം വരെയുള്ള ഒരു ഭാഗമാണ് കൃഷ്ണഗാഥയിൽ ചെറുശ്ശേരി എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചെറുശ്ശേരിയും കൃഷ്ണഗാഥയും. അപ്പൊ കൃഷ്ണഗാഥ എന്ന് പറയുന്ന ഒരു മഹത്തായ കാവ്യം എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരിയാണ്. ചെറുശ്ശേരി നമ്പൂതിരിയുടെ പ്രത്യേകത എന്താണ്? പ്രാചീന കാലത്തെ 3 പ്രധാന കവിത്രയങ്ങളിൽ 3 പ്രധാന കവികളിൽ അല്ലെ ഒരാളായിരുന്നു ആര്? നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി. അപ്പോ പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു നമ്മുടെ ചെറുശ്ശേരി നമ്പൂതിരി എന്നറിയാം. അപ്പൊ മറ്റുള്ള കവികൾ ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. എനിക്ക് അറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും അത്. എങ്കിലും ചെറുശ്ശേരിയാണ് ഒന്ന്. കാണുന്നില്ലേ? ചെറുശ്ശേരിയാണ്. പിന്നെ ഒന്ന് ആരാണ്? എഴുത്തച്ഛനാണ്. നമ്മുടെ മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനാണ് മറ്റൊരാള് അല്ലെ. പിന്നെ ഒന്ന് കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരാണ് മറ്റൊരാള്. 3 പേരാണ് പ്രാചീന കവിത്രയം. ഇതുപോലെ ആധുനിക കവിത്രയം ഉണ്ട്, നമുക്ക് പഠിക്കണം. കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. അപ്പോ ചെറുശ്ശേരി നമ്പൂതിരി ജീവിച്ചിരുന്ന നൂറ്റാണ്ട് 15ാം നൂറ്റാണ്ടാണെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ചിത്രങ്ങളൊക്കെ കാണുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ചിത്രം ആവണമെന്നില്ല. നമ്മുടെ ചിത്രകാരന്മാരുടെ ഭാവനയിൽ വരച്ചു ചേർത്തതൊക്കെ ആവാട്ടോ. അപ്പൊ ചെറുശ്ശേരി നമ്പൂതിരി നമ്മുടെ കൃഷ്ണഗാഥ എഴുതാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? കോലത്തുനാട് ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ആര്? ഉദയവർമ്മൻ. ഉദയവർമ്മൻ എന്ന് പറയുന്ന രാജാവിന്റെ പണ്ഡിത സദസ്സിലെ ഒരു അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി. ഒരു ദിവസം രാജാക്കന്മാർക്ക് ഉണ്ടാകുന്ന ഒരു വിനോദമായിരുന്നു ചെസ് കളി. അതിന് ചതുരംഗം എന്നാണ് പറയാ. ഈ ഒരു ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉദയവർമ്മനും ചെറുശ്ശേരിയും കൂടി. അപ്പൊ കളിച്ച് രാജാവും എക്സ്പേർട്ട് ആണ്, ചെറുശ്ശേരിയും നല്ല ഇതിൽ പ്രാഗൽഭ്യമുള്ള ആളാണ് കേട്ടോ. രാജാക്കന്മാരായാലും അന്ന് നന്നായിട്ട് ഇത്തരം ഹോബീസ് അല്ലെ, വിനോദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൂടെ കൂട്ടിന് വിളിക്കുക ഇത്തരം പണ്ഡിതന്മാരെ അല്ലെ, സദസ്സിലുള്ള പണ്ഡിതന്മാരെയൊക്കെയാണ്. അങ്ങനെയാണ് ചെറുശ്ശേരി അദ്ദേഹത്തിന്റെ കൂടെ കളിക്കുന്നത്. അപ്പോ ചെസ് കളിയില് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവിന് ഒരു സംശയം, അല്ലെങ്കിൽ ഇത് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇപ്പൊ രാജാവ് തോൽക്കും, അയ്യോ ഇതെന്താ ചെയ്യാന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ തോൽക്കുന്നുള്ള മട്ടിലാണ് രാജാവുള്ളത്. അപ്പൊ ചെറുശ്ശേരി നന്നായിട്ട് കളിച്ച് മുന്നേറുകയാണ്. ഇത് കണ്ടപ്പോ രാജ്ഞിക്ക് എന്താണ്? ഒരു വിഷമം വരികയാണ്. അപ്പൊ രാജ്ഞി എന്ത് ചെയ്യാണ്? രാജ്ഞി തന്റെ കുഞ്ഞിനെ ഉറക്കുകയാണ് എന്ന വ്യാജേന ഒരു താരാട്ടുപാട്ടങ്ങട് പാടാണ്.
പാട്ട് കേട്ടാൽ അത് താരാട്ടാണ്, കുട്ടി ഉറക്കുക എന്നാണ് നമുക്ക് തോന്നും. പക്ഷെ രാജാവിന്റെ മനസ്സിൽ ലഡുപൊട്ടി. രാജാവിന് മനസ്സിലായി രാജ്ഞി തനിക്കൊരു ക്ലൂ തന്നതാണ് എന്ന്. ആള് എന്ന് പറയുന്ന കരുവിനെ ഒന്ന് മുന്നോട്ട് ഉന്തിക്കഴിഞ്ഞാൽ, ഒന്ന് മുന്നോട്ട് നീക്കിക്കഴിഞ്ഞാൽ താൻ കളിയിൽ ജയിക്കുമെന്ന് രാജാവിന് മനസ്സിലാവുകയാണ്. അങ്ങനെ ചെറുശ്ശേരി നമ്പൂതിരിയോടത്തുള്ള ആ ഒരു ചെസ് കളിയിൽ ആര് ജയിക്കുകയാണ്? നമ്മുടെ രാജാവ് ജയിക്കുകയാണ്. രാജാവാണല്ലോ ജയിക്കേണ്ടത്. രാജ്ഞി ജയിപ്പിക്കുകയും ചെയ്തു അല്ലെ. അപ്പോ അതിനുശേഷം രാജാവിനൊരു തോന്നൽ ഉണ്ടാവുകയാണ്, രാജ്ഞിയുടെ ആ ഒരു ബുദ്ധി അല്ലെ മനോഹരമായ ആ ഒരു പാട്ടിലൂടെയാണ് തെളിയിച്ചിരിക്കുന്നത്. ആ ഒരു ഈണത്തില്, ആ ഒരു താളത്തില് ഒരു കാവ്യം രചിക്കാൻ രാജാവ് ചെറുശ്ശേരിയോട് പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ ചെറുശ്ശേരി കൃഷ്ണന്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ, മരണം വരെയാണ്. അപ്പോ മരണം എന്ന് നമ്മള് ശ്രീകൃഷ്ണന്റെ മരണത്തെയൊന്നും സ്വർഗാരോഹണം, സ്വർഗം പൂകി എന്നൊക്കെയാണ് പറയാ അല്ലെ. അപ്പൊ സ്വർഗാരോഹണം വരെയുള്ള ഒരു കഥയാണ് കൃഷ്ണഗാഥയിലെ ഇതിവൃത്തമായിട്ട് രചിച്ചിരിക്കുന്നത്. കൃഷ്ണഗാഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു കൃഷ്ണഗാഥ രചിച്ചിരുന്നത്. നാടോടി ഗാനശാഖയുടെ ചൂടും ചൂരുമുള്ള നറുമലയാളത്തിലുള്ള രചന. അപ്പോ നിങ്ങൾ അതൊന്നും നോക്കണ്ട, ഒരു നാടോടി ഗാനശാഖയുടെ രീതിയിലായിരുന്നു ആ ഒരു കവിത. ഇതിന്റെ നറുമലയാളത്തിലായിരുന്നു, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു. മറ്റൊരു പ്രധാന ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് കൃഷ്ണഗാഥയുടെ വൃത്തം ഏതാണ്? മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. മഞ്ചരി വൃത്തത്തിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ കഥയിലൂടെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കഥ പോലെ ഓർത്ത് വെക്കാൻ പറ്റും. അപ്പൊ കൃഷ്ണഗാഥയ്ക്ക് കാരണമായ വിനോദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ചതുരംഗമാണ്. ചെസ് എന്ന് എഴുതിയാലും തെറ്റില്ല, പക്ഷെ ചതുരംഗം എന്നായിരുന്നു അതിന് പറയാറുള്ളത്. അപ്പൊ ചതുരംഗം എന്നും ഓർത്ത് വെക്കുക. ആരുടെ കൂടെയാണ് അല്ലെ അദ്ദേഹം ചതുരംഗം കളിച്ചത് എന്ന് ചോദിച്ചാൽ ഉദയവർമ്മ രാജാവിന്റെ, കോലത്തുനാട്ടിലെ ഉദയവർമ്മ രാജാവിന്റെ കൂടെയാണ്. മഞ്ചരി വൃത്തത്തിലാണ്. ഇതൊക്കെ ഓർത്ത് വെക്കുക. പ്രാചീന കവിത്രയം ഓർത്ത് വെക്കുക. ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ LSSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾക്കും അതുപോലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്കും എല്ലാം വളരെ യൂസ്ഫുൾ ആയ ഒരു ചോദ്യമാണ്. അപ്പൊ ഇനിയും ടീച്ചർ ഇത്തരം ചോദ്യങ്ങളുമായിട്ട് വരാം. അപ്പൊ മറക്കരുത്, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി പരീക്ഷാ കാലമൊക്കെയാണ് വരുന്നത്. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.